നമ്മുടെ പുതിയ നാഷണൽ ഹൈവേയിൽ നടന്ന ആക്സിഡൻറ്റിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ ഒരു ഏകദേശം 7 മണി സമയം. പുത്തനത്താണി സ്റ്റൈൽ ഓഫ് ഫർണിച്ചറിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോപ്പാണ് മറിഞ്ഞിട്ടുള്ളത്. ഇത് മറിയാനുള്ള കാരണം ഇവിടെ ഹൈവേയിൽ നടക്കുന്ന ചെറിയ ചെറിയ പണികൾ, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തോ ഒരു ഫില്ലറിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട്. അതിൻ്റെ മണ്ണ് റോഡ് സൈഡിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവർ സ്പീഡിൽ വന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ആ മണ്ണിൽ കയറി നിയന്ത്രണം വിട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കി. മണ്ണൊക്കെ ആകെ റോഡിൽ പരന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ കെട്ടിയ ബാരിക്കേഡിൽ 2 പ്രാവശ്യം വണ്ടി ഇടിച്ചിട്ട് വണ്ടി ഒരു 50 മീറ്ററോളം ദൂരം മറിഞ്ഞിട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഈ സമയമായതുകൊണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു മണ്ണാണ് ഇവിടെ അപകടം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസുകാർ ട്രാഫിക്കും എല്ലാം ഇവിടെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മളെ പുത്തനത്താണി നമ്മളെ ഫർണിച്ചർ ഷോപ്പിലെ സ്റ്റൈലോൻ്റെ അടുത്താണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. എന്താ സംഭവിച്ചത് നമ്മൾ നോക്കട്ടെടാ. ഹൈവേ മൊത്തം ബ്ലോക്കായിട്ടുണ്ട്. അവിടെ റോഡ് സൈഡിൽ ഒരു കുഴിയുണ്ട്. ആ കുഴീൻ്റെ അവിടെ അങ്ങനെ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. ആ മണ്ണ് അതിമ വണ്ടി കയറിക്കണമെന്ന് സംശയമുണ്ട്. കാരണം അത്രക്കും മണ്ണ് ഇവിടെ തെറിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും സ്പീഡിലായതുകൊണ്ടേ കാരണം നിയന്ത്രണം വിട്ടിട്ട് വണ്ടി ബസ് ഇതാ അവിടെ പോയിട്ടാണ് മറിഞ്ഞിട്ടുള്ളത്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടൊക്കെ തട്ടിക്കണ വണ്ടി. ഇവിടെ ഈ മതിലൊക്കെ തട്ടിയിട്ട് കല്ല കണ്ടില്ലേ, ഇവിടൊക്കെ തെറിച്ചിട്ടുണ്ട്. ഒരു 50 മീറ്റർ നിയന്ത്രണം വിട്ടിട്ടാണ് ഈ വണ്ടി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ബസ് പൊക്കാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ ട്രെയിൻ വന്നിട്ടുണ്ട്. എന്തായാലും വലിയ ലിമിറ്റഡ് ആണ് മറിഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് പരിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കണേ. ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയില്ല. റോഡിൻ്റെ ഹൈവേൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ബാരിക്കേഡ് ഫുള്ള് പൊട്ടിച്ചിട്ടാണ് അവിടെ പോയി മറിഞ്ഞിട്ടുള്ളത്.
ഒരു വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ലിമിറ്റഡ് സ്റ്റോപ്പാണ്. മറിയാനുള്ള കാരണം പറയുന്നത് ഇവിടെ ഒരു ചെറിയ പണി നടക്കുന്നുണ്ട് റോഡിന്. അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്യാനുള്ള എന്തോ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ മണ്ണ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഓവർ സ്പീഡിൽ വന്ന വണ്ടി ആ മണ്ണിൽ കയറിയിട്ട് നിയന്ത്രണം വിട്ടു പോയതാണെന്നാണ് പറയുന്നത്. ഓക്കെ.